കേരളത്തിന്റെ ആഘോഷ പാരമ്പര്യത്തിൽ ഏറ്റവും വലിയ മഹോത്സവമായ തൃശൂർ പൂരത്തിനെ ഞെട്ടിച്ച ദുരന്ത വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത്. തൃശൂർ പൂരത്തിനായി തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടിയുള്ള വെടിക്കെട്ട് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്ന മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ ഉണ്ടായ വൻ സ്ഫോടനം വലിയ ആശങ്കയ്ക്കിടയാക്കുകയാണ്. അവസാനഘട്ട ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. നിരവധി തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. തൃശൂർ ജില്ലയിലെ മുണ്ടത്തിക്കോട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വെടിക്കെട്ട് പുരയിലാണ് ഇന്ന് വൈകുന്നേരം വൻ സ്ഫോടനം ഉണ്ടായത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ തൃശൂർ പൂരത്തിനായുള്ള വെടിക്കെട്ട് ഒരുക്കങ്ങൾ 2 മാസത്തോളമായി ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അവസാനഘട്ട ജോലികൾ നടക്കുന്ന സമയത്താണ് അപകടം സംഭവിച്ചത്. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം പുരയുടെ പ്രവേശന കവാടത്തിന് സമീപമുണ്ടായ ചെറിയ തീപ്പൊരിയാണ് അപകടത്തിന് തുടക്കമായത്. അതിവേഗത്തിൽ തീ പടർന്നതോടെ വലിയ തോതിൽ സംഭരിച്ചിരുന്ന വെടിമരുന്നുകൾക്ക് തീ പിടിക്കുകയും തുടർന്ന് ശക്തമായ പൊട്ടിത്തെറികൾ ഉണ്ടാകുകയും ചെയ്തു. ഒരു പൊട്ടിത്തെറിയോടെ ഒതുങ്ങാതെ പുരയുടെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടായതായും വിവരമുണ്ട്. സംഭവ സ്ഥലത്ത് ഏകദേശം 40 മുതൽ 45 വരെ തൊഴിലാളികൾ ഒരേ സമയം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതായി അറിയുന്നു. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 40ഓളം തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 8ൽ കൂടുതൽ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മരണസംഖ്യയായി കണ്ടതെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. പരിക്കേറ്റവരെ ഉടനെ സമീപത്തെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകുകയാണ്. സംഭവ സ്ഥലത്തേക്ക് ഫയർഫോഴ്സും പോലീസും അടിയന്തരമായി എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ വൻ തോതിൽ വെടിമരുന്നുകൾ ശേഖരിച്ചിരിക്കുന്നതിനാൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചെറു പൊട്ടിത്തെറികൾ രക്ഷാപ്രവർത്തനത്തെ ഏറെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. തീ പടരാതിരിക്കാനായി ശക്തമായ നിയന്ത്രണ നടപടികൾ അധികൃതർ സ്വീകരിച്ചു വരികയാണ്. പ്രദേശത്തെ ഇപ്പോഴും അതീവ ജാഗ്രത തുടരുകയാണ്. സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ശക്തമാക്കിയിട്ടുണ്ട്. ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ഥിതി ഇപ്പോഴും ആശങ്കാജനകമാണ്. പരിക്കേറ്റവരുടെ ആരോഗ്യനിലയും മരണസംഖ്യയും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത അടുത്ത മണിക്കൂറുകളിൽ ലഭിക്കാനാണ് സാധ്യത. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കും.